ഞാനും ഇവനും ഇപ്പോൾ ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ നഷ്ടമായി. ഒരു കണക്കിന് ഇവനും എൻ്റെ ബ്ലഡ് തന്നെയല്ലേ, അച്ഛൻ്റെ ചോര തന്നെയല്ലേ. ഇവനും എനിക്കെൻ്റെ അനിയനാണ്. അതുകൊണ്ട് എൻ്റെ ജാനിയുടെ സ്ഥാനത്തേക്ക് ഇവനെ ഞാൻ കൊണ്ടുവരികയാണ്. ആർ യു ഷുവർ? നിന്റെ ഭാവി ഇതിലൂടെ നിനക്ക് നഷ്ടമാകും. ഐ ഡോണ്ട് കെയർ. ഇപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻസ് ഇവൻ തന്നെയാണ്. ഓ, ഗുഡ് ലക്ക്. ബട്ട് ഇവൻ്റെ അപ്പനാണ്, അമ്മാവനാണ്, ചെറിയച്ഛനാണ്, മാമനാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഇതിൻ്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. മറിച്ച് എന്നെ പ്രൊവോക്ക് ചെയ്താൽ ഇവനെ ഞാനങ്ങ് തീർക്കും. എൻ്റെ ഒരു കൈക്കുള്ളതേ ഉള്ളൂ. വേണ്ട, ഇവൻ്റെ കാര്യം നോക്കാനുള്ള പ്രായം പക്വതയൊക്കെ എനിക്കുണ്ട്. ഇവൻ്റെ കാര്യത്തിൽ എന്നെ ഹെൽപ്പാക്കാൻ ആരും വരണ്ട. എനിക്കറിയാം. ഓവർ കോൺഫിഡൻസ് നല്ലതാ. നീ എന്താന്ന് വെച്ചാ വളർത്തോ, കൊല്ലുവോ, നിലനിർത്തോ, എന്താന്ന് വെച്ചാ എനിക്കൊന്നും അറിയണ്ട. എൻ്റെ ജാനി ഇല്ലാതാക്കിയതിന് എനിക്ക് അയാളെ ശിക്ഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എത്തും മുന്നേ അയാളെ അവൻ ആ AP കൊന്നുകളഞ്ഞു. പിന്നെ എൻ്റെ ജീവിതം അപ്പുവിന് വേണ്ടിയായിരുന്നു. അപ്പു കൂടെ പോയിരുന്നേൽ ഞാൻ ബിഗ് സീറോ ആകുമായിരുന്നു. ഓക്കെ, ദെൻ അറിയാനുള്ളതൊക്കെ അറിഞ്ഞില്ലേ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഐ ആം ലിവിങ്. ബൈ. അപ്പു കൂടെ പോയിരുന്നേൽ ഞാൻ ബിഗ് സീറോ ആകുമായിരുന്നു. ഹേ വെയിറ്റ്, ദീക്ഷിത്. ജെക്കെ, അപ്പോൾ താൻ പറഞ്ഞു വന്നത് അപ്പു കൂടെ പോയിരുന്നേൽ താൻ ബിഗ് സീറോ ആകുമായിരുന്നെന്ന് അല്ല ജെക്കെ? ഇപ്പോൾ താൻ ബിഗ് സീറോ തന്നെയല്ലേ? ബിഗ് സീറോ ആകുമായിരുന്നു എന്നാണ് പറഞ്ഞത്, ഹായ് എന്നല്ല. വാട്ട്? അതിൻ്റെ അർത്ഥം മേധയും മദർവും ജീവനോടുണ്ടെന്നാണോ? വാമി, ദീക്ഷിത്, ഇയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതല്ലേ? അർത്ഥം വെച്ച് മനസ്സിലാക്കിയെടുക്കാൻ മിടുക്കുൾ ഓഫീസർ. ഗ്രേറ്റ്. ഇങ്ങനെ തന്നെ വേണം. ചോദിച്ചത് പറയാടോ. ഓക്കെ, പറയാം. പക്ഷേ കണ്ടുപിടിച്ചോ, ഒരു ചെറിയ ട്രഷർ ഹണ്ട്. ഞങ്ങളുടെ ഈ കുട്ടിക്കാലത്തൊക്കെ നാട്ടിൽ എല്ലാ പിള്ളേരും ചേർന്ന് ഒരു കളി കളിക്കും. അതിൻ്റെ പേര് ഞങ്ങൾ പറയുന്നത് ഇട്ടൂലി എന്നാണ്. എല്ലായിടത്തും അതിൻ്റെ പേര് അങ്ങനെ ആകണമെന്നില്ല. ഞങ്ങൾ അറിയത്തില്ല എന്താ പറയുന്നതെന്ന്. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയാറ്. ഈ കളിയുടെ പ്രത്യേകത, ഇതിൻ്റെ ഹോസ്റ്റ് മറ്റുള്ളവരിൽ നിന്നും ഈ സേഫ്റ്റി പിന്നില്ലേ, അത് അവർ കാണാതെ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് ഹോസ്റ്റ് അത് കണ്ടെത്താൻ പറയുമ്പോൾ മറ്റുള്ളവർ അത് കണ്ടെത്താൻ വേണ്ടി പലയിടങ്ങളിലും അന്വേഷിക്കും. അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ തേടുന്നതിൻ്റെ അടുത്താണ് നമ്മൾ എത്തിയതെങ്കിൽ അതിൻ്റെ സൂചകമായി ഹോസ്റ്റ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ചൂട്, ഹോട്ട് എന്ന് പറയും. അതല്ല, നമ്മൾ തേടുന്നതിൻ്റെ സർക്കിളിൽ നിന്നും എതിർദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ ഹോസ്റ്റ് പറയും നിങ്ങളുള്ള സ്ഥലം തണുപ്പ്, മീൻസ് കോൾഡ് ആണെന്ന്. സോ ഹോസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് കളി മുന്നോട്ട് പോകുന്നത്. ലൈക്ക് എ അണ്ടർ ദി റഡാർ. ദാറ്റ് മീൻസ് ടു ഗോ അൺനോട്ടീസ്ഡ് ഓർ ടു ബി ഇഗ്നോർഡ്, ഓഫൺ ഇൻ എ സ്നീക്കി ഓർ എ സീക്രട്ട് വേ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ഗെയിമിൻ്റെ ഹോസ്റ്റായ ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം. യു ബോത്ത് ആർ ട്രാവലിംഗ് ടു ഹോട്ട് വേ. ടു ഹോട്ട് വേ. ദാറ്റ് മീൻസ് മേധയും മദർവും മരിച്ചിട്ടില്ലെന്ന്? എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്തുണ്ടായിരുന്നിട്ടും ഞാൻ നിന്നെ
എനിക്കറിയില്ലായിരുന്നടാ. ഒന്നും ഒന്നും അറിയാതെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ നാഥുവിൻ്റെ കുഞ്ഞിനെ ജേക്കയുടെ ബ്രദറിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ നിങ്ങളുടെ പുറകെ നടന്നത്. മറ്റുള്ളവർ പറഞ്ഞ് അവൾ വലിയ ദുരിതത്തിലാണ് ജീവിക്കുന്നതെന്ന്. അതറിഞ്ഞപ്പോൾ ഇവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി എൻ്റെ കുഞ്ഞിനെ ഞാൻ കാറിൽ ഒരച്ഛനായിട്ട് സ്വന്തം കുഞ്ഞിനെ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ജാനി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടെന്ന്. പോട്ടെ, ഡാഡ എന്നോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, നിന്റെ ഡാഡ മാത്രമാണ് ഞാനെന്ന്. നിനക്ക് ഉപ്പച്ചിയും അമ്മയും നിനക്ക് എത്താൻ പറ്റാത്ത ദൂരത്തിലാണുള്ളതെന്ന്. അത് കേട്ട് ഞാൻ ആശ്വസിച്ചു. അവർ അവിടെയാണേലും ഉണ്ടല്ലോ. അപ്പോ നിനക്കറിയാമായിരുന്നോ നീ ഡാഡയുടെ ബ്രദർ അല്ലെന്ന്? ഡാഡയും നാദൂമ്മയും എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിലെ പറഞ്ഞതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഡാഡ എന്നെ അത് ഓർമ്മിപ്പിക്കാറുമുണ്ടായിരുന്നു. ഞാൻ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് നിങ്ങളോട്. മക്കളാ, നിങ്ങൾ രണ്ടുപേരും എനിക്കൊരുപോലെയാ. എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അതിനൊക്കെ പുറമെ നീയും നിന്റെ അനിയൻ എന്ന ആ ചെറുക്കനും കൂടെ എൻ്റെ നാഥുവിൻ്റെ കുഞ്ഞിനെ അവൾ എത്ര ദുരിതത്തിലാണ് കഴിഞ്ഞിരുന്നത്. നിന്റെ അനിയൻ, ആ തന്തില്ലാത്തവൻ, അവനെൻ്റെ കുഞ്ഞിനോട് എന്ത് ക്രൂരത ചെയ്യുന്നത്. സ്വന്തം മോളെ ഇങ്ങനെയൊക്കെ ചെയ്യണ കാണുമ്പോൾ നിനക്ക് എങ്ങനെയാടാ നോക്കി നിൽക്കാൻ തോന്നുന്നേ? ഓ സോറി, നിനക്കതിന് ഒരു ഹൃദയമില്ലല്ലോ. എൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. പിന്നെ നിന്റെ ആ മറ്റവനില്ലേ അനിയൻ, അവനെ കൊന്നതും ഞാനാണ്. പല തവണ നിനക്കൊക്കെ വാണിങ് തന്നിട്ടുള്ളതാണ്. എന്നിട്ടും എനിക്കറിയായിരുന്നടാ ഈ പി നീ ആയിരുന്നെന്ന്. നീ എന്താ വിചാരിച്ചേ? ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്നോ? നിന്റെ ഉദ്ദേശം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുക എന്നല്ലായിരുന്നു. മനഃപൂർവ്വമായിരുന്നടാ അവൾ ഈ ലോകത്തിൽ നിന്നും ഇല്ലാതായിരുന്നു പറഞ്ഞത്. നിന്നെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി. കാരണം എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. അപ്പോൾ നീ ഒരു മുഴം മുന്നേ പ്ലാൻ ചെയ്തു. എൻ്റെ അപ്പുനെ നീ എൻ്റെ അനിയൻ അല്ലേ? അടാ, നീ ഇപ്പോഴാടാ വലിയ പാപം ചെയ്തത്. സ്വന്തം കുഞ്ഞിനെ നിന്റെ കൈകൊണ്ട് തന്നെ നീ ഇല്ലാതാക്കി. നിനക്കൊന്നും മനസ്സിലാവില്ല. നീ ചത്തെന്ന് പറഞ്ഞു പോകുമ്പോൾ എൻ്റെ ജാനി ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ജന്മം കൊടുത്തിരുന്നടാ. നിന്റെ സ്വന്തം കുഞ്ഞിനാടാ നീ കൊന്നത്. നീ ഇതൊക്കെ ചെയ്യൂന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നീ അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഇട്ടപ്പോൾ ഞാനിവിടെ വേറെ നിറക്കി. കാറിൽ കത്തിയെരിഞ്ഞത് എൻ്റെ അപ്പൂൻ്റെ ഡമ്മിയായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ? എനിക്ക് കാണണം എൻ്റെ കുഞ്ഞിനെ. പ്ലീസ് ജെക്കെ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം. എവിടെ അവൻ? ഓ, എന്തുവായത്? എൻ്റെ തല കറങ്ങി കിളിയൊക്കെ പറന്നു പോണു. ഇവർ മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ചേക്കെ ഇങ്ങനെയൊക്കെ ചെയ്തേ? എന്തിനാണ് അവർ മരിച്ചെന്ന് ലോകത്തിനെ വിശ്വസിപ്പിച്ചത്? ഓ കോപ്പ്, ദേഷ്യം വരണു. നീ എന്തു ഈ ആലോചിക്കുന്നേ? നീ ഒന്ന് സമാധാനപ്പെട. എന്നിട്ട് ജെ കെ നമ്മൾ ചോദിച്ചതിന്
അയാൾ പറഞ്ഞ മറുപടി ഓർത്തു നോക്ക്. അറ്റ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ മണ്ട, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ അയാൾ നമ്മളോടെല്ലാം പറഞ്ഞു. അയാളുടെ കുട്ടികൾക്ക് വേണ്ടി അയാൾക്ക് ശരിയെന്ന് തോന്നുന്നത് അയാൾ ചെയ്യും. അതിപ്പോൾ ഏത് നാറിയ പണിയാണേൽ കൂടെ. ഓ ഗോഡ്, ഞാൻ ഫസ്റ്റ് ഈ കേസ് നിനക്ക് വിവരിച്ചു തന്നപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, അതൊന്നുകൂടെ പറയണമെന്ന് തോന്നുക. ദിസ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി. പപ്പ, അമ്മ. ആഹാ, എത്തിയല്ലോ 2 മുത്തുമണികളും. അപ്പോ ഇങ്ങനെ കരയല്ലേ, ഡോക്ടർ നോക്കുമല്ലേ, ഒന്നും ഉണ്ടാവില്ല. ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല, ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്. അപ്പോ എല്ലാം മംഗളകരമായ സ്ഥിതിക്ക് നമുക്കങ്ങ് വൈൻഡപ്പ് ആക്കിയാലോ? അപ്പോ എല്ലാരും എല്ലാം അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹാപ്പി മൊമെന്റിൽ വെച്ച് ഞങ്ങൾ നിർത്തുവാണ്. സോ ഞങ്ങൾ UTR ഫാമിലിയുടെ കൂടെ. അയ്യോ നിക്കേ, അതാരാ? ഓ, ഇവരായിരുന്നോ? നമ്മളുമുണ്ടേ. ഇനി പറഞ്ഞോ. അപ്പോ ഞങ്ങളുടെ കൂടെ നല്ല കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ഞങ്ങൾ UTR ഫാമിലിയുടെ വക എല്ലാവർക്കും ബിഗ് താങ്ക് യു. അയ്യോ വാമി, നമ്മൾ റിപ്പോർട്ടിൽ കൺക്ലൂഷനായിട്ട് എന്ത് തേങ്ങ എഴുതും? എൻ്റെ പൊന്നു ദീക്ഷിത്തെ, ഈ കേസിൽ യാതൊരു ദുരൂഹതയും ഉള്ളതായി തോന്നാത്തത് കണ്ടും തോന്നിപ്പിക്കും വിധമുള്ള ഒന്നും കിട്ടാത്തത് കൊണ്ടും ഈ കേസ് വൈൻഡപ്പ് ചെയ്യുന്നു. ദി എൻഡ്.